ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള PSC അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 30/7/2024 വന്ന ഗസറ്റിൽ 4/9/2024 വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റിൽ 263/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഒരു NCA നോട്ടിഫിക്കേഷൻ. അത് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസിലേക്ക് വേണ്ടിയിട്ട് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നത്, താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് കേരള PSCയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന 263/2024 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന NCA നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ അതിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അതിൽ നോക്കുകയാണെങ്കിൽ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൽ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ശമ്പളം 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് മൊത്തം ഒഴിവുകളുടെ എണ്ണം. ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്. NCA നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക കാറ്റഗറിയിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളുകളെ തികയാതെ വരുമ്പോൾ വീണ്ടും ഇറക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ മുസ്ലിം വിഭാഗത്തിലായിട്ടുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 ഒഴിവുകളുണ്ട്. അപ്പോൾ അതിൽ 4 ഒഴിവിലേക്ക് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആവാൻ യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിലേക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത. യൂണിഫോം ജോലി ആകുന്നത് തന്നെ ഇതിലേക്ക് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് SLC പരീക്ഷയോ തത്തുല്യമായിട്ടുള്ള പരീക്ഷയോ വിജയിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫിസിക്കൽ ഉണ്ടായിരിക്കും. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് ഉണ്ടാവും 1.06 മീറ്റർ, ലോങ് ജമ്പ് 3.05 മീറ്റർ, അതുപോലെ പുട്ടിംഗ് ദ ഷോട്ട്, പിന്നെ 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, ത്രോ ബോൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് 26 സെക്കൻഡ്, അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഉണ്ടാവും 80 തവണ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളായി നിങ്ങൾക്ക് 4/9/2024 വരെ അപേക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കാലും ഇതെങ്ങനെയാണ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ്, ഇത് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്.
ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള PSCയുടെ 1 ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.